ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം എപ്പോഴും ആരുടെയും നന്മകൾ പറയാൻ താല്പര്യമില്ലാത്തതാണ്. നമ്മളെപ്പോഴും അന്യൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷത്തിൽ വല്ലാതെ ആഹ്ലാദിക്കുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ. അത് തന്നെ വല്ലാതെ ഈ പറയുന്ന അവന് വേറെ പണിയില്ല. ശരിക്കും ഈ പടവലങ്ങയും കപ്പലണ്ടിയൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് അവൻ നിൽക്കുന്നു, സോ ഇതുവഴി വരണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർ കണ്ടേക്കാം. പിന്നെ ഇത് ഒരു പണമാണ്. ഞാൻ എപ്പോഴും പറയും, ഈ പണം ഒരു പിശാചാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 53 വയസ്സായി. ഈ 53 വയസ്സിനുള്ളിലൊക്കെ ഈ പണത്തിനോട് സ്നേഹവും പണത്തിനോട് പ്രേമവും, പണമാണ് ജീവിതം, ആർഭാടമാണ് ജീവിതം എന്നൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട്. എല്ലാ മനുഷ്യനെയും ഈ പറയുന്ന ഇപ്പം ഒരു നല്ല മനുഷ്യനായാലും ചീത്ത മനുഷ്യനായാലും അവൻ്റെ ജീവിത കാലഘട്ടം ഒരിക്കലും ഒരുപോലല്ല. ഒരേ സ്കെയിലിൽ ഒരേ ഗ്രാഫിൽ പോകുന്നതല്ല ജീവിതം. ചിലപ്പോൾ 24-ാമത്തെ വയസ്സിൽ ഒരുത്തിൻ്റെ സ്വഭാവമായിരിക്കത്തില്ല അവൻ്റെ 50-ാമത്തെ വയസ്സ്. വ്യത്യസ്തത കാണും. ഈ വ്യത്യസ്തത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ 50-ാമത്തെ വയസ്സിലൊരു മനുഷ്യൻ നന്മ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ 20-ാമത്തെ വയസ്സിലെ തിന്മയുമായിട്ടല്ല അതിനെ കോർത്തിണക്കി ചിന്തിക്കാൻ പാടില്ല. മലയാളി ചെയ്യുന്നത് എത്ര നല്ലവരാണേലും അവൻ്റെ മുൻകാല ജീവിതങ്ങൾ, കഴിഞ്ഞ കാലത്തെ കുഴപ്പങ്ങളെ കണ്ടുപിടിച്ച് ഈ നന്മയുടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചു. ആ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ടാണ് അഭ്യർത്ഥന വന്നത്. പക്ഷേ ഈ കേൾക്കുന്നവർ മുഴുവൻ ആ പിതാവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് നെഗറ്റീവ് സൈഡ് പറഞ്ഞത്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു മിണ്ടാൻ വയ്യാത്ത, കേൾക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞുമായി പൂർത്തീകരിക്കാത്തൊരു വീട് പൂർത്തീകരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ ഞാൻ ഇടപെട്ടപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർ പറഞ്ഞു, നിനക്ക് അവളെക്കുറിച്ച് എന്തറിയാം? എന്നോട് ചോദ്യമാണ്, നിനക്ക് അവളെക്കുറിച്ച് എന്തറിയാം? എന്താണ് അറിയേണ്ടത്? ആ മിണ്ടാനും കേൾക്കാനും പറ്റാത്ത കുട്ടി അൺഒഫീഷ്യൽ ചൈൽഡാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വിവാഹം കഴിക്കാതെ ഉണ്ടായ കുഞ്ഞാണ്. ഓക്കെ, ശരി തന്നെ. അവൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടെന്നറിയാമോ? അവൾക്ക് 3 ഭർത്താക്കന്മാരുണ്ട്. ഞാൻ പെട്ടെന്ന്, ഈ ക്രിസ്ത്യൻ ഒരു മനുഷ്യനായിരുന്നു എന്നെ വിളിച്ചത്. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, 5 ഭാര്യമാരും 6ാമതൊരു ഭർത്താവ് അല്ലാത്തൊരു മനുഷ്യനുമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഫോൺ വെച്ചു. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഒരു സമൂഹത്തിൽ കുറ്റമോ തെറ്റോ ഉണ്ടായി നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം എൻ്റെ ഈ 65 വീട് വെച്ചു കൊടുത്തപ്പോഴും ഈ 65 വീട് വെക്കുന്നതിൻ്റെ ആരംഭ സമയത്ത് തീരുമാനമെടുത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു 25 ഫോൺ കോൾ വരും. അവനെ അറിയാവോ, അല്ലെങ്കിൽ അവളെ അറിയാവോ? അവനെയും അവളെയും അറിയുമ്പോൾ അറിയാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നൊരു പിതാവ്, അല്ലെങ്കിൽ ഒന്നിനും നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അങ്ങനൊരു ചിത്രം ആ കഥവിൻ്റെ അരികിലുണ്ട് എന്ന് നാം മറന്നു പോവുകയാണ്. അവരെ കാണുവാനും അവരെ ചേർത്ത് നിർത്തുമ്പോഴും ഈ സമൂഹത്തിലുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുണ്ടാക്കി കൊടുക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പൂത്തിരി കത്തുന്നുണ്ട്. ഈ പൂത്തിരി എന്ന് പറയുമ്പോൾ ഒരു പൂത്തിരി ചലഞ്ച് ഉണ്ടായിരുന്നു. ആ ദീപാവലി നാളിൽ ഒരു പൂത്തിരി ചലഞ്ച് നടത്തി. ഒരു തിണ്ണയ്ക്ക് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ 13 മാസമായി വാടക കൊടുക്കാതെ നാളെ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു വീട്ടമ്മ. ആ വീട്ടമ്മയുടെ മുഖം എൻ്റെ മനസ്സിലെന്നും മാറാതെ ഇങ്ങനെ നിൽക്കും. ആ സ്ത്രീ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എങ്ങോട്ട് ഈ മനുഷ്യനെ കൊണ്ട് പോകും? ഒരു വല്ലാത്തൊരു ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത ദീപാവലി ദിവസമാണ്. കലണ്ടറിൽ നോക്കിയപ്പം ദീപാവലി എന്ന ചുമന്ന അക്ഷരത്തിലുള്ള ഒരു ഡേറ്റ് കണ്ടു. പടക്കം കത്തിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ഇഷ്ടമുള്ള ഞാൻ തീരുമാനിച്ചു, ആലപ്പുഴയിലോ എവിടെയെങ്കിലും പോയി കുറേ പൂത്തിരി എടുക്കും. ഞാൻ വില കുറച്ച് ആലപ്പുഴയിൽ നിന്ന് പൂത്തിരി എടുത്ത ആ കടയൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. പൂത്തിരി എടുത്തു. 10,000, 6,000, 7,000 രൂപയുടെ പൂത്തിരി എടുത്തിട്ട് NDPC റോഡിൽ നിന്ന് പൂത്തിരി വിറ്റു. പൂത്തിരി വിറ്റപ്പോൾ 60,000 രൂപ കിട്ടി. ഞാൻ വിചാരിച്ചു, ഈ 60,000 രൂപ കൊടുത്ത് 13 മാസത്തെ വാടകയും കൊടുത്ത് ഈ സ്ത്രീ ബാക്കി തുടർന്നുള്ള ജീവിതം ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനുമായി എന്തു ചെയ്യും? എന്നും എനിക്ക് പൂത്തിരിയും കമ്പിത്തിരിയും ഈ സ്ത്രീക്ക് വേണ്ടി വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. തീരുമാനമെടുത്തു. എന്നോട് ചോദിച്ചു, നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് തുണി തേക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ വീണ്ടും എൻ്റെ ആ ഒരു തൊഴിലിനോടുള്ള അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള ആഗ്രഹം ഞാൻ വിട്ടില്ല. ഞാൻ തുണി തേക്കാൻ അറിയാവുന്നൊരു മനുഷ്യനെ കണ്ടുപിടിച്ചു. ആ മനുഷ്യനുമായി ചങ്ങനാശ്ശേരി പോയി തേപ്പുപെട്ടിയും തുണി തേക്കാനുള്ള തേപ്പുപെട്ടിയും ഉല്ലാസം മേശ എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മേശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. മേശയായി, തേപ്പുപെട്ടിയായി. ഈ മനുഷ്യൻ തേച്ച് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തേപ്പുകട എന്നൊരു ഫ്ലെക്സ് വെച്ചു. ആ വീട്ടിൽ തുണി തേക്കാൻ തുടങ്ങി. ഇന്ന് ആ സ്ത്രീ 60,000 രൂപയുടെ പൂത്തിരി ചലഞ്ചിൽ നിന്ന് കിട്ടിയ പണം അതവിടെ നിൽക്കട്ടെ. ഇന്ന് ആ സ്ത്രീ 500, 600 രൂപ ദിവസം തുണി തേച്ചുണ്ടാക്കിയപ്പോൾ ആ സ്ത്രീക്കുണ്ടായ ഒരു മാനസികാവസ്ഥയുണ്ട്, ഒരു സ്വയം പര്യാപ്തത നേടിയൊരു അവസ്ഥയുണ്ട്. അതിലേക്ക് നമുക്ക് ഇവരെ എത്തിച്ചു കൊടുക്കുവാൻ എനിക്കും സാധിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾക്കൂടെ സാധിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറയുന്ന വലിയ കാരുണ്യ പ്രവർത്തകരുടെ ഒന്നും വലിയ ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ വളരെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, ഒരു 5% പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ പ്രാപ്തരായവരാണ്
ഞാനും നിങ്ങളും. ഈ നമ്മുടെ പ്രാപ്തി, നമ്മുടെ വീട് നോക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ, നമ്മുടെ വീട് വെക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കണ്ടെത്തുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് വിടുവാനൊക്കെ നമ്മൾ പ്രാപ്തരാണ് എന്നുള്ളത് പോലെ നമ്മുടെ അയൽക്കാരെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവരെയും കൂടെ ഒന്ന് കരുതിയാൽ പ്രശ്നം തീരും. എനിക്കിന്നും മറക്കാൻ പറ്റാത്തൊരു രംഗമുണ്ട്. ഒരു ചലഞ്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് 2 മണിക്കൂർ 3 മണിക്കൂർ ചലഞ്ച്. പണ്ടൊക്കെ മണിക്കൂറുകൾ 9 മണിക്ക് ആരംഭിച്ച് രാത്രി 11 മണിക്ക് അവസാനിക്കുന്ന ചലഞ്ചുകളാണ്. ഒരു ചലഞ്ച് കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ശാരീരിക ക്ഷീണവുമായി വന്നപ്പോൾ അടുത്ത ദിവസം രാവിലെ ഒരു വീട്ടമ്മ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്മാമ്മ വന്ന് കരയുന്നു. കരഞ്ഞുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. കഥ തുറന്നു. കരഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഹത്തോട്ട് വീണ് കരഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. 4.5 ലക്ഷം രൂപയ്ക്ക് എൻ്റെ വീട് ജപ്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പാസ്റ്റർ തലയിൽ കൈവച്ച് പറഞ്ഞു, നിന്നെ രക്ഷിക്കുവാൻ ഒരു ദൂതൻ വരും. എന്നോട് സ്ത്രീ പറഞ്ഞ വാക്കാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഓരോ ചലഞ്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും, മടുത്തു, മതി, എനിക്ക് വയ്യ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ വാക്കുകൾ വീണ്ടും നമ്മളെ മറ്റൊരു ചലഞ്ചിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന ശക്തിയാണ് ദൈവിക ശക്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ തോന്നലാണ് ദൈവിക പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ അമ്മാവ് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, മോളിയമ്മയെ സഹായിക്കാൻ ഒരു ദൈവദൂതൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവദൂതനായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എന്നിൽ ദൈവമുണ്ടോ എന്നൊരു ബോധം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. 1000 രൂപ 400 പേർ, 4.5 ലക്ഷം രൂപയാണ് വേണ്ടത്. 400 പേരിലേക്ക് ഈ സ്ത്രീയുടെ ഒരു വീഡിയോ എടുത്ത് ഇവരുടെ ആവശ്യം, ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചു. ഈ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കടമുണ്ടാവുകയില്ല. ഈ കടങ്ങളുണ്ടാവുന്നത് ആരുടെയും എങ്കിലുമൊക്കെ രോഗങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് കാണുന്നത്. ചികിത്സാ ചെലവുകളാണ് വീടുകളെ ആധാരങ്ങൾ ബാങ്കിൽ എത്തിക്കുന്നത്. ഈ മോളെ കെട്ടിക്കാൻ നേരം ആധാരം ബാങ്കിൽ വെച്ചതാണ്. മോൻ ഭിന്നശേഷിക്കാരനാണ്, ഒരു മാനസികമായ ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടി. ഈ അമ്മയ്ക്ക് സംബന്ധിച്ചോളം നോക്കാനൊരു മുഖമില്ല. ഭർത്താവ് മരിച്ചുപോയി, മോളെ കെട്ടിച്ചു വിട്ടു, വയ്യാത്തൊരു മോൻ. ആ വീട് ജപ്തിയിലാവുന്നു. പെട്ടെന്നൊരു വീഡിയോ ഇട്ടു, 1000 രൂപ ചലഞ്ച്. 1000 രൂപ നൽകണം നിങ്ങൾ. ആർക്കും നൽകാൻ പറ്റും 1000 രൂപ. ദൈവകൃപയാൽ 4.5 ലക്ഷം രൂപ വേണ്ടിടത്ത് 4,70,000 രൂപ കിട്ടി. ഒറ്റ ദിവസം കൊണ്ട് ആ സ്ത്രീയുടെ ജപ്തിയിൽ നിന്നും അവരെ ഒഴിവാക്കാൻ സാധിച്ചു. ഇത് ഇടപെടലാണ്. വേണമെങ്കിൽ എനിക്ക് അവരോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം, അല്ലെങ്കിൽ അവരോട് പറയാം, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയാം. ഞാൻ പ്രാർത്ഥനയ്ക്കെതിരല്ല, പ്രാർത്ഥന നല്ലതാണ്. എന്താണ് പ്രാർത്ഥന? തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തിയാണ്, നിൻ്റെ മനസ്സിൻ്റെ നല്ല ചിന്തകളാണ് പ്രാർത്ഥന. എന്താണ് ദൈവാനുഗ്രഹം എന്ന് ഒരിക്കലും എന്നോട് മോളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കട്ടിലേക്ക് കയറി കിടന്നാൽ ഉറക്കം വരുന്നതാണ് ദൈവാനുഗ്രഹം. എൻ്റെ മോൾ അടുത്ത ചോദ്യം ചോദിച്ചു, അച്ചാച്ചി ഉറങ്ങുമ്പോഴെല്ലാം മനുഷ്യൻ ഒരുപോലല്ലേ? സത്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് അമേരിക്കൻ പ്രസിഡന്റ് തൊട്ട് ഷാജി കെ ഡേവിഡ് വരെ ഉറങ്ങുന്നത് ഒരു രീതിയിലാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ദേഹത്ത് കൈലിയുണ്ടോ, ഉണ്ടുണ്ടോ, വായിൽ കൂടി എന്തു വരുന്നു ഒന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറങ്ങുന്നെങ്കിൽ ചിലപ്പോൾ വായിന്നൊക്കെ ഇള വരും, ചിലപ്പോൾ കൈലിയൊക്കെ കട്ടിൽ ഊരി പറഞ്ഞു പോകും. അവർക്കറിയത്തില്ല. ഈ ഉറങ്ങാതെ ഇരിക്കുന്ന പകൽ സമയത്ത് മാത്രമേ നമുക്ക് എന്തൊക്കെയോ ടിപ്പ് ടോപ്പിലൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലാണ്, കോടികളുള്ളവനും ഇല്ലാത്തവനും ഉറക്കത്തിൽ ഒരുപോലാണ്. ഈ ഉറക്കം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. നമ്മളെപ്പോഴും ഈ ഫോട്ടോകളിൽ കാണുമ്പോൾ അറിയാം, ഫോട്ടോസ് കാണുമ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ, കല്യാണ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഈ വളരെ മസിൽ പിടിച്ച് നിൽക്കുന്ന മനുഷ്യരൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം, ഏറ്റവും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഞാൻ. ഈ കേൾക്കുന്നവരൊന്നും ചിന്തിക്കും, ഇവനെന്തോ വലിയ അല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച, എൻ്റെ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചൊരു വേദനയും ദുഃഖവും മറ്റ് ആരും അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ അതൊക്കെ പോട്ടെ, എല്ലാവരെ പോലെയും വേദനയിൽ കൂടി ജീവിക്കുന്ന ആൾ. എന്നാൽ ഈ വേദനയിൽ ചിരിക്കുക, ഞാൻ എപ്പോഴും മരിച്ചു കിടക്കും, ചിരിച്ചുകൊണ്ട് കിടക്കും. ആ ഒരു പ്രത്യാശ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ദൈവസ്നേഹത്തിലാണ്. എൻ്റെ ഒരു പച്ചയായ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ ഇനിയും നാളെ എൻ്റെ ചെറിയ കാലയളവിൽ ഞാൻ എന്തൊക്കെയോ ആയി തീർന്നാൽ, ഇപ്പം തന്നെ എനിക്കിപ്പോൾ ശാലയും ടി വിയൊക്കെ എൻ്റെ ഷൂട്ട് ചെയ്തു, എനിക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നാറില്ല. കാരണം നമ്മളൊക്കെ വെറും സാധാരണക്കാരാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചു, ഈ ഒരു കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൃതശരീരം എനിക്ക് കൊണ്ടുപോകാനിടയായി. ഞാൻ ഒരു അപകടത്തിൽപ്പെട്ട ആളെ സഹായിച്ചാണ്. ആ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലെ കരിങ്കല്ലുകൊണ്ട് ഭിത്തി പണിത ഒരു മനുഷ്യനാണ്. അന്ന് ആ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ കരിങ്കല്ലുകൊണ്ട് മതിൽ ഭിത്തി കെട്ടിയ, വീടിന് ഭിത്തി കെട്ടിയ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നങ്ങ്യാറുകുളങ്ങര ജംഗ്ഷൻ വെച്ച അപകടത്തിൽ ഈ മനുഷ്യന് അപകടമുണ്ടായി. ആ മനുഷ്യനെ കൊണ്ടുപോയ ഒരു സ്ട്രക്ചറുണ്ട്, തുരുമ്പ് പിടിച്ച് പെയിൻ്റ് ഇല്ലാത്ത വളരെ വികൃതമായ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു സ്ട്രക്ചറിലാണ് ഈ മനുഷ്യൻ. കരിങ്കല്ലുകൊണ്ട് വീട് പണിത് ആ വീട് വെച്ച മനുഷ്യൻ്റെ അവസ്ഥാനം ഒരു സ്ട്രക്ചറിൽ തീരാനുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമായി ഒരു നിമിഷം സന്തോഷമായി ജീവിക്കാൻ ഒരു നിമിഷം കിട്ടുന്നു. ആ നിമിഷമാണ് ഏറ്റവും ശുഭമുഹൂർത്തം. എന്നോട് കഴിഞ്ഞ ദിവസം
ഒരു ഡോക്ടർ ചോദിച്ചു, കൈലി കൊടുത്തുകൊണ്ട് ഞാൻ ചോറ് വിതരണത്തിന് ഹോസ്പിറ്റലിൽ വന്നപ്പം ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്തോ ഷാജി ഇത് ഇങ്ങനെ ഒരു വളരെ സ്നേഹത്തോടെ എന്തോ ഷാജി കാണുന്നത് നോക്കിയപ്പോൾ ഒരു പച്ച കൈലിയും ഒരു കീറിയ ഷർട്ടും ഒക്കെ. അപ്പോൾ ഞാൻ ഡോക്ടറോട് തിരിച്ചു ചോദിച്ചു, ഡോക്ടറെ ഞാനൊരു കാര്യം പറയാം, ഡോക്ടർക്ക് അതുപോലും ചെയ്യാമോ എന്ന് ചോദിച്ചു. പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് ഒരു കൈലി കൊടുത്തു, ഡോക്ടറുടെ കയ്യിലുള്ളതിൽ ഏറ്റവും മോശമായ ഡ്രസ്സ് ഇട്ട് ഒരു 20 രൂപയുടെ കപ്പലണ്ടിയും മേടിച്ച് ഒരു നടുക്കുള്ളൊരു സീറ്റ് കണ്ടുപിടിച്ച്, പുറകിൽ പോകരുത് ഫ്രണ്ടിലും പോകരുത്, കഴുത്തിന് കേടാണ്, നടുക്കുള്ളൊരു സീറ്റ് കണ്ടുപിടിച്ച് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിഞ്ഞ് പോന്നു. അടുത്ത ദിവസം രാവിലെ 7:30 ആയപ്പോൾ ഒരു കോൾ വന്നു, അത് ഈ ഡോക്ടറുടെയാണ്. ഡോക്ടർ പറഞ്ഞു, ഷാജി പറഞ്ഞു ഞാനങ്ങ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ഇത്ര രസകരമായൊരു ദിവസം എനിക്കില്ല. ശ്രദ്ധിക്കേണ്ടതാണ്, നാം ചില ട്രാക്കിൽ ചില രൂപത്തിൽ ഇങ്ങനെ പോവുകയാണ് ഒരു കഥയിൽ. ആ ട്രാക്കിൽ നിന്നും ആ രൂപക്കൂട്ടിൽ നിന്നും ഒന്ന് പുറത്ത് ചാടിയാൽ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം ഞാൻ അനുഭവിക്കും. രാവിലെ സൈക്കിളിൽ പോകുമ്പം കരടി എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരനുണ്ട്, അങ്ങനെ കടയിലും, അവിടെ വേറെ ഒരു സുനിലിൻ്റെ കടയിലും, അവിടെയൊക്കെ പബ്ലിക്ക് വരും. അവിടെ വരുന്ന പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBSും MDയും LLBയും IASും IPSും കഴിഞ്ഞവരൊന്നും അല്ല, എന്നാൽ വലിയ IPS കഴിഞ്ഞവർ, ജീവിത അനുഭവങ്ങളിലെ ഏറ്റവും വലിയ IASും IPSും ഉള്ള ചില അപ്പൂപ്പന്മാർ വരും. അവരൊക്കെ ഉണ്ട് കഥ പറയും, അവരുടെ കഴിഞ്ഞ കാലങ്ങൾ, അവരുടെ പഴയകാല ചിന്തകളൊക്കെ പറയും. എന്തോ രസമാണെന്നറിയോ. ഈ തരത്തിലേക്ക് നമുക്ക് താഴേക്ക് വന്ന് ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് ഒന്ന് പച്ച മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ലോകത്തിലെ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം.